എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാർമൽ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് പാല അവതരിപ്പിക്കുന്ന പരിപാടികൾ തുടരുന്നു. വിശുദ്ധർ സമൂഹത്തിന് എന്നും ഒരു വെല്ലുവിളിയാണ്. ആധുനികതയുടെ അതിപ്രസരത്തിന് നടുവിലും ദൈവത്തിൽ പദമൂന്നി വിശുദ്ധിയുടെ വിഹായസിൽ വിരാജിക്കുന്ന വിശുദ്ധ ജന്മങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു നമ്മുടെ കൊച്ചു കൂട്ടുകാർ. സമർപ്പിത വർഷം ആരംഭിക്കുന്ന ഈ പാവനവേളയിൽ വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങളുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്കും ശിരസ് നമിക്കാം. തിരിയുമ്പോൾ മനുഷ്യൻ കാലത്തിന്റെ ഗതിക്ക് വിധേയനാകുന്നു. എന്നാൽ നാം ജീവിക്കുന്നത് സംഘർഷത്തിന്റെ ഒരു യുഗത്തിലാണ്. ശിഥിലീകരണത്തിന്റെ ദുർഭയത്തിന്റെ ഒരു സംസ്കാരത്തിലാണ്. സ്വന്തം സുരക്ഷ കെട്ടിപ്പിടിച്ചിരുന്ന ദുർബലമാകുന്ന സഭയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് തെരുവിലിറങ്ങി മുറിവേറ്റ് ക്ഷീണിച്ച് അഴുകുപറ്റിയ സഭയാണ് എന്ന പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ ഉൾക്കൊണ്ട് ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, സന്തോഷം പ്രസരിപ്പിക്കുക എന്ന സ്നേഹദൂതുമായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഒരു പറ്റം കുരുന്നുകൾ. സുഖസമൃദ്ധിയുടെ ഊഷര ഭൂമിയിൽ ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് പിന്തുടരുവാൻ, സുവിശേഷ ഉപദേശങ്ങൾ അറിഞ്ഞ് ജീവിക്കുവാൻ, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാലത്തിന്റെ അടയാളങ്ങൾ വായിക്കുവാൻ, സഭയുടെ ആവശ്യങ്ങളോട് സർഗാത്മകമായി പ്രതിധരിക്കുവാൻ, ആധുനിക മനുഷ്യനെ ആത്മീയതയിൽ പടുത്തുയർത്തുവാൻ, കൂട്ടായ്മയുടെ സ്നേഹ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ ഒരു തീർത്ഥയാത്ര തീർത്ഥയാത്ര തീർത്ഥയാത്ര. 2000 വർഷത്തെ സഭയുടെ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അനുസ്മരിക്കുവാനും വീണ്ടും വർണ്ണിക്കുവാനുമുള്ള ഒരു മഹത്തായ ചരിത്രം അതിനുണ്ട്. മാത്രമല്ല ഇനിയും സാക്ഷാത്കരിക്കുവാനുള്ള ഒരു ചരിത്രവും സഭയ്ക്കുണ്ട്. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ തഴച്ചു വളർന്ന സഭയുടെ പ്രശസ്തി നിലനിൽക്കുന്നത് സഭയിലെ വിശുദ്ധരുടെ സജീവ സാന്നിധ്യത്താലാണ്. സ്നേഹത്തിന്റെ വെള്ളരിപ്രാവായി മാറിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ, അമൃതം തേടി അറിവിന്റെ വാതായനങ്ങൾ തുറന്നിട്ട വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, പുണ്യം വിധിച്ച് പുണ്യം കൊയ്ത് നടന്നു നീങ്ങിയ വിശുദ്ധ ഡോൺ ബോസ്കോ, കാരുണ്യത്തിന്റെ ആൾരൂപമായി മാറിയ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മൊളോക്കോയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ സാന്ത്വനം വിധിച്ച വിശുദ്ധ ഡാമിയൻ, വിശുദ്ധിയാണ് ജീവിതത്തിന്റെ സുഗന്ധം എന്നുറക്കെ ഉദ്ഘോഷിച്ച ആധ്യാത്മിക ഗുരുനാഥ വിശുദ്ധ അമ്മ ത്രേസ്യ, ഭൗതിക സമ്പത്തിനേക്കാൾ ഈ ലോക ബന്ധങ്ങളേക്കാൾ സ്ഥാനമാനങ്ങളേക്കാൾ ഉപരിയായി വരാനിരിക്കുന്ന സ്വർഗീയ നന്മയെ ലക്ഷ്യമാക്കി മുന്നേറുന്ന ക്രൈസ്തവ ജനതയ്ക്ക് ഇവർ ധീരമാതൃകകൾ. ഓരോരുത്തരും തങ്ങളുടെ സാഹചര്യങ്ങൾ ശരിയായി വിനിയോഗിച്ചാൽ വിശുദ്ധിക്ക് പ്രതിബന്ധം ഒന്നുമില്ലെന്ന് തെളിയിച്ച വിശുദ്ധ ജനനം മുതൽ പരിത്യജിക്കപ്പെട്ടവൾ സുഖമോഹങ്ങളുടെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന ഈ തലമുറയ്ക്ക് മുന്നിൽ ഇതാ ഒരു വെല്ലുവിളി. ഫ്രാൻസിലെ ടൊളൂസ് പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം പിബ്രാക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ പുന്നാര മകളുണ്ടല്ലോ ജർമ്മൈൻ,
അവളുടെ കണ്ടമാല എന്ന അസുഖം നമ്മുടെ കുഞ്ഞിനെങ്ങാനും പകർന്ന് കാണിച്ചു തരാം. അവൾക്കാണെങ്കിൽ ഒരു വൃത്തിയുമില്ല, എപ്പോഴും അത് പഴുത്ത് പൊട്ടി ഒഴുകുന്നു. എനിക്കാണെങ്കിൽ അങ്ങ് അറപ്പായിട്ട് വയ്യ. അതിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? നീ ഒന്ന് ശാന്താക്ക്. അവൾ ഒരു കുട്ടിയല്ലേ, പിന്നെ നീ എന്റെ ഭാര്യയാണല്ലോ, അപ്പൊ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടവളാ. എനിക്കൊന്നും പറയാനില്ല, എല്ലാം നിന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യാം. പറഞ്ഞു തീർന്നില്ലേ? ഇങ്ങ എത്തിയോ? ഇന്നത്തെ കമ്പിളി നൂലിന്റെ അളവ് വളരെ കുറവാണല്ലോ. ആടിനെ മേയ്ക്കാൻ വേണ്ടിട്ട് നീ അവിടെ എന്തെടുക്കുമായിരുന്നു? നിന്നോടാ ചോദിച്ചത്. നീ മിണ്ടരുത്. ഏയ് ഒന്നും ഇല്ലെന്നേ. ആ മോള് വന്നായിരുന്നോ? പിന്നെ ഒരു കാര്യം, ആടിനെ മേയ്ക്കാൻ ചുക്കോൺ വനത്തിൽ മാത്രം പോകരുത്. അവിടെ ചെന്നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാന്നാ പറയുന്നേ. ശരിയപ്പാ. ജർമ്മൈൻ, ജർമ്മൈൻ, ഇതാ റൊട്ടിയും വെള്ളവും. ആടുകൾക്ക് തീറ്റയില്ലാത്തത് കൊണ്ട് എല്ലാം കോലം കെട്ടു. ആ പിന്നെ ഒരു കാര്യം, നീ ഇന്ന് സുക്കോൺ വനത്തിൽ പോയാൽ മതി കേട്ടോ. അവിടെ ധാരാളം പുല്ലുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരാടിനെങ്കിലും നഷ്ടപ്പെട്ട നിന്നെ ഞാൻ ശരിയാക്കും. മനസ്സിലായോ? ശരിയമ്മേ. മക്കളെ, ഞാൻ ഈ വടി ഇവിടെ കുത്തി നിർത്തും. നിങ്ങൾ ഈ വടിക്ക് ചുറ്റും മാത്രമേ മെയ്യാവൂ. ഓ എന്റെ ദൈവമേ, അങ്ങ് എന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും എന്റെ അമ്മയിലേക്ക് ചൊരിയുവാൻ എന്നെ സഹായിക്കണമേ. കുട്ടി, എന്തെങ്കിലും കഴിക്കാൻ തരാമോ? വിശന്നിട്ട് വയ്യ. കൂടെ മരം കോച്ചുന്ന തണുപ്പും. ദാ ഇവിടെ ഇരുന്നോളൂ. ഇതിൽ നിറയെ നല്ല ചൂടുവെള്ളമുണ്ട്. ഈ റൊട്ടിയും കഴിച്ചോളൂ. ഭയപ്പെടാതെ. ഈ വലയത്തിനുള്ളിൽ കേറി പോകരുത്. പോ ദൂരെ. ജർമ്മീൻ, നീ ഒരു പുണ്യവതിയാണ്. നീ ഒരു വിശുദ്ധ തന്നെ. നീ ആരാധിക്കുന്ന നിന്റെ ദൈവം ഒരു ശക്തൻ തന്നെ. ഞാനും ആ ദൈവത്തെ ആരാധിക്കുന്നു. സ്വന്തം കാതുകളോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച ഈശോയുടെ മാതൃക. സ്വന്തം ജീവനേക്കാൾ അപരന്റെ ജീവന് മുൻതൂക്കം കൊടുത്ത ഒരു ഉത്തമ ബാലിക. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിന്റെ ആനന്ദം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവർ അനേകർ. വിവിധ പ്രേക്ഷിത ശുശ്രൂഷകളിലൂടെ ദൈവമക്കൾക്ക് താങ്ങും തണലുമാകാൻ, ലോകത്തെ ഉണർത്താൻ വിളിക്കപ്പെട്ട ജീവിതം എത്രയോ ധന്യം. ഇതാ നിങ്ങൾക്ക് മുന്നിൽ തിളങ്ങുന്ന പ്രകാശ ഗോപുരങ്ങൾ. വിശുദ്ധരില്ലാത്ത കേരള സഭ കണ്ട് വേദനിച്ച ചാവറേച്ചൻ കേരളത്തിൽ ഒന്നല്ല 2 സന്യാസ സമൂഹങ്ങൾക്ക് തുടക്കം കുറിച്ചു. അച്ചടി പ്രസ്ഥാനത്തിലൂടെയും പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചും സംസ്കൃത സ്കൂളിന് ആരംഭമിട്ടും കേരളത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം കുറിച്ചു. സവർണരോടൊപ്പം അവർണരെയും എഴുത്തിനിരുത്തിയത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് കാരണമായി. അപ്പ എനിക്കും പഠിക്കണം അപ്പ. എടാ, നമുക്ക് ഇവിടെ പഠിത്തം കൊടുക്കാണെന്ന് അറിയില്ലേ? എന്നെയും പഠിക്കാൻ കൊണ്ടുപോ അപ്പ. യേശുദേവായ നമോ നമ. ആശാനെ, ഇവൻ എഴുത്തിനിരിക്കണമെന്ന്. ധിക്കാരം പറയാനോ? പോ പുറത്ത്. യേശുദേവായ നമോ നമ. ഞാൻ നോക്കാം. യേശുദേവായ നമോ നമ. യേശുദേവായ നമോ നമ. ഇവനും ജ്ഞാന വെളിച്ചം പകരൂ. ഉവ പ്രിയോരച്ഛ. രോഗശയിൽ കിടന്ന് വേദനകളുടെയും സഹനത്തിന്റെയും കാസ് ഏറ്റുവാങ്ങിയ വിശുദ്ധ അൽഫോൻസാമ സഹനത്തിന്റെ സുവിശേഷ വാഹകയായി. എനിക്ക് ഈശോയെ സ്നേഹിക്കണം. എന്റെ വേദന മുഴുവൻ ആത്മാക്കൾക്കായി ഞാൻ കാഴ്ചവെക്കുന്നു. ആരും എന്നെ അറിയണ്ട, ആരും എന്നെ സ്നേഹിക്കേണ്ട. എനിക്ക് ഈശോ മാത്രം മതി.
സക്രാരിയിൽ കണ്ണും നട്ട് കയ്യിൽ ചലിക്കുന്ന ജപമാലയുമായി പ്രാർത്ഥനയുടെ പ്രേക്ഷിതയായ വിശുദ്ധ എപ്രാസ്യാമ്മ. വിശുദ്ധ എപ്രാസ്യാമ്മയുടെ ആധ്യാത്മിക സമ്പന്നത, ഉത്തരവാദിത്വ ബോധം, അവൾ നവസന്യാസിനികളുടെ പ്രധാന ഗുരുനാഥിയായി മാറുന്നു. എന്താ ഗുരുത്തമ്മയ്ക്ക് ഇത്ര ദേഷ്യം? ക്ഷമ ഞാൻ ചോദിക്കില്ല, ഞാനൊട്ടും നന്നാവാനും പോണില്ല. സഹോദരി ത്രേസ്യ, പിടിവാശി നന്നല്ല. ഗുരുത്തിയമ്മയ്ക്ക് സഹോദരിയോട് എന്ത് സ്നേഹമാണെന്നോ. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. നാഥ, ആ പുതുകന്യാസ്ത്രീയോട് ക്ഷമിക്കണമേ. അവൾക്ക് വേണ്ടി ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങ് വന്നേ. ത്രേസ്യാമോള കസേരയിലിരിക്കെ. എന്റെ നികളത്താൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളെ ദൈവത്തെ പ്രതി എന്നോട് ക്ഷമിക്കണമേ. ഇനിമേൽ എളിമയോടെ പ്രവർത്തിച്ചു കൊള്ളാം. അമ്മേ, എന്നോട് പൊറുക്കണം, മാപ്പ്. മോള് വ്യസനിക്കണ്ട. നിന്നിലുള്ള പൈശാചിക ശക്തിയെ നമുക്ക് തകർക്കണം. മോള് സന്തോഷമായി നടന്നോളൂ കേട്ടോ. വാഴ്ത്തപ്പെട്ട മദർ തെരേസ. ഓ, ഞങ്ങൾക്കറിയാം. തെരുവു മക്കൾക്ക് വേണ്ടി, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ലോകത്തിന്റെ അമ്മ. കുടുംബങ്ങളുടെ വിസ്തീകരണത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ധന്യ ആത്മാവ്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ നിങ്ങൾ വിട്ടുപോയോ? ഇല്ലേ ഇല്ല, നമ്മുടെ സ്വന്തം കുഞ്ഞച്ചൻ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ധന്യാത്മാവ്, ഇടവക വൈദികർക്ക് ഒരു ഉത്തമ മാതൃക. ഓ, ഈ സമർപ്പിതരുടെ ശുശ്രൂഷ എത്ര ശ്രേഷ്ഠം! അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വൃത്തങ്ങളിലൂടെ ദൈവത്തിന് പ്രതിഷ്ഠരായവർ ലോകത്തിൽ വ്യത്യസ്ത ശുശ്രൂഷകളിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു, ആനന്ദത്തിന്റെ സാക്ഷികളാകുന്നു. പീഡിതരാകുന്ന ക്രൈസ്തവരുടെ പക്ഷം ചേർന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമർപ്പിതർ. ആശയേറ്റവർക്ക് പ്രത്യാക്ഷയായി ദരിദ്രരെ മാറോട് ചേർത്ത് നിർത്തി ആനന്ദം സമർപ്പണത്തിന്റെ മുഖമുദ്രയാക്കി. കൂട്ടരെ വരൂ, നമുക്ക് കൈകോർക്കാം. ഈ വിശുദ്ധാത്മാക്കൾ നമുക്ക് മുൻപിൽ തെളിച്ച ഈ വഴിത്താരയിലൂടെ സഞ്ചരിക്കാം. സുവിശേഷത്തിന്റെ സാക്ഷികളാകാം, ആനന്ദത്തിന്റെ വക്താക്കളാകാം. തന്നാനേ താനാ തന തന്താനം താനാ, തന്താനേ താനാ തന തന്താനം താനാ, തന്താനേ താനാ തന തന്താനം താനാ, തന്താനേ താനാ തന തന്താനം താനാ. ദയരയം ദയരയം ദയരരയര ദയരയം 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 ദയരരയര. Our God is stronger, greater, and healer. God hears all our prayers. And this song is a tribute to the Lord by Ebi, Romy, and Ajal. Christ alone, my hope is found. He is my light, my strength, my soul. This cornerstone, this solid ground, firm to the fiercest drought and storm. What heights of love, what depths of peace, when faces are still, when striving cease. My comforter, my all in all, here in the love of Christ I stand. Christ alone, who took on flesh, fullness of God and helpless babe, this gift of love and righteousness, scorned by the ones he came to save, till on that cross, as Jesus died, the wrath of God was satisfied. For every sin on him was laid. Here in the death of Christ I live.
victory, since curse has lost its grip on me. For I am his and he is mine, brought with the precious blood of Christ. Guilt in life, no fear in death. This is the power of Christ in me. From life's first cry to final breath, here is the love of Christ I stand. What heights of love, what depths of peace, when fists are still, when striving cease. My comforter, my all in all, here in the love of Christ I stand. My comforter, my all in all, here in the love of Christ I stand. Of Christ. വിശുദ്ധരില്ലാത്ത കേരള സഭയെ കണ്ട് വേദനിച്ച വിശുദ്ധ ചാവറ പിതാവും പിതാവ് തന്നെ സ്ഥാപിച്ച CMC സന്യാസിനി സഭയുടെ വിശുദ്ധ വഴിത്താരകളിലൂടെ നടന്നു നീങ്ങി വിശുദ്ധി കൈവരിച്ച വിശുദ്ധ ഏവുപ്രാസ്യാമി അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ അനുഗ്രഹീത സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര ദിനങ്ങളിൽ സ്വർഗദൂതരോടും ചേർന്ന് കാർമൽ മക്കളും ആഹ്ലാദ ഗാനം ആലപിക്കുന്നു.
കാർമൽ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് പാല അവതരിപ്പിച്ച പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു സ്കൂളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.